ന്യൂസ് 16 കേരള. പാക് അധീന കശ്മീരിലെ പ്രതിഷേധത്തിൽ വെടിവെപ്പ്, 2 മരണം, 22 പേർക്ക് പരിക്ക്. സൈനികരെ പിടികൂടി നാട്ടുകാർ. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാക് അധീന കശ്മീരിലെ POK മുസാഫറാബാദിൽ നടന്ന പ്രതിഷേധത്തിൽ വൻ സംഘർഷം. പ്രതിഷേധം ഏറ്റുമുട്ടലിൽ കലാശിച്ചതോടെ 2 പേർ കൊല്ലപ്പെടുകയും 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയവരെ പാക് സൈന്യത്തിന്റെയും ISIA-യുടെയും പിന്തുണയുള്ള മുസ്ലിം കോൺഫറൻസ് സംഘങ്ങൾ ആയുധവുമായി നേരിട്ടതോടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രതിഷേധക്കാർക്ക് നേരെ ആയുധധാരികൾ വെടിയുതിർത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പാക് സൈനികരും സമരക്കാർക്ക് നേരെ വെടിവെപ്പ് നടത്തി. ഇതിനിടെ സമരക്കാർ 2 പാക് സൈനികരെ പിടികൂടി തടഞ്ഞുവെച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. മൗലികാവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെയാണ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാക് അധീന കശ്മീരിലെ സാധാരണക്കാർ സംഘടിച്ചത്. ഇവർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതോടെ പാക് സൈന്യവും ISIA-യുടെ സഹായങ്ങൾ നൽകുന്ന മുസ്ലിം കോൺഫറൻസ് സംഘടനയിലെ അംഗങ്ങൾ ഇവരുടെ നേരെ ആയുധവുമായി നേരിടുകയായിരുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി അടച്ചിട്ടു. ഗതാഗത സംവിധാനങ്ങളും നിർത്തിവെച്ചു. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത്. POK അസംബ്ലിയിൽ കാശ്മീരി അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്ത 12 സീറ്റുകൾ റദ്ദാക്കുക എന്നതടക്കം 38 ആവശ്യങ്ങളാണ് അവാമി ആക്ഷൻ കമ്മിറ്റി സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുന്നത്. 70 വർഷത്തിലേറെയായി തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കാണ് ഈ പ്രചാരണവും പ്രതിഷേധവും. ഒന്നുകിൽ ആവശ്യങ്ങൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ രോഷം അഭിമുഖീകരിക്കുക. അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവ് ഷൗക്കത്ത് നവാസ് മീർ പറഞ്ഞു. ഈ സമരം പ്ലാൻ A മാത്രമാണെന്നും ഷൗക്കത്ത് നവാസ് മീർ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് മുന്നറിയിപ്പ് നൽകി. ജനങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നുവെന്ന കാര്യം അധികാരികളെ അറിയിക്കാനുള്ള സന്ദേശമാണിത്. അവാമി ആക്ഷൻ കമ്മിറ്റിക്ക് മറ്റു പദ്ധതികളുണ്ടെന്നും അതിനു പുറമെ അതിതീവ്രമായ പ്ലാൻ D ഉണ്ടെന്നും നവാസ് മീർ പറഞ്ഞു. അതേസമയം പാക് അധീന കശ്മീരിലെ പ്രതിഷേധം നേരിടാനായി ആയിരക്കണക്കിന് സൈനികരെയാണ് മേഖലയിൽ സർക്കാർ വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നിന്ന് 1000-ഓളം സൈനികരെ കൂടി തിങ്കളാഴ്ച ഇവിടേക്ക് അയച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. മേഖലയിലെ ഇന്റർനെറ്റ് സേവനങ്ങൾക്കും പാക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.